ആളുകളായി ജീവിതത്തെ തകർത്ത് കളയുന്നതായ കൈപ്പേറിയ ജീവിതാനുഭവങ്ങൾ, വർഷങ്ങളായി ശരീരത്തോട് പോർവിളിച്ചു നിൽക്കുന്നതായ രോഗാവസ്ഥ. അതെ, ഒരു രാത്രി മുഴുവനും കടലിൽ അധ്വാനിച്ചിട്ടും തൻ്റെ പടകിൽ, തൻ്റെ വലയിൽ ഒരു ചെറുമീനെ പോലും ലഭിക്കാതെ വണ്ണം നിരാശനായി നിൽക്കുന്നതായ പത്രോസിനെ പോലെ, അരമുറുക്കി കൈകൾ ചേർത്ത് പിടിച്ച് അധ്വാനിച്ചിട്ടും പലപ്പോഴും കൈകൾ ശൂന്യമായി തീരുന്നത് പോലെ, ഉയർന്ന വിദ്യാഭ്യാസം ഉണ്ടായിട്ടും അർഹിക്കുന്ന ജോലികൾ ലഭിക്കാതെ വണ്ണം ആയിത്തീരുന്ന സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നതായ പ്രിയപ്പെട്ടവരെ, ഒരു ദൂത് പരിശുദ്ധാത്മാവിൽ ഞാൻ കൈമാറ്റം ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. അതെ, നിന്റെ വിലാപങ്ങൾ നൃത്തമായി തീരാൻ പോകുകയാണ്. നിന്റെ രട്ടഴിച്ച് അവൻ നിന്നെ സന്തോഷം ഉടുപ്പിക്കും. നിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു പോവും. പഴയത് ചിലത് മാറി, പഴയ സാഹചര്യങ്ങൾ മാറി, പുതിയ സാഹചര്യങ്ങൾ നിനക്ക് വേണ്ടി വെളിപ്പെടും. അതേ, സങ്കീർത്തനം ഇപ്രകാരം പറയുന്നു, 14:7, യഹോവ തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവനെ, ഈ ദിവസങ്ങളിൽ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുവാൻ നീ തയ്യാറാണെങ്കിൽ, യേശുവിൻ്റെ പാദപീഠത്തെങ്കിൽ അല്പസമയം നിന്റെ സമയങ്ങൾ ചെലവഴിക്കുവാൻ നീ തയ്യാറാണെങ്കിൽ, അതെ, നിന്റെ അവസ്ഥകൾ മാറും. അത് നിശ്ചയമാണ്, അത് ഉറപ്പാണ്. യഹോവ തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റും. ഗോഡ് ബ്ലസ് യു.